ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുസ്ലോൺ എനർജി എന്ന് പറയുന്ന ഒരു ടേൺ അറൗണ്ട് ആയിട്ട് മാറിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സുസ്ലോൺ എന്ന് പറയുന്നത് പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഇതിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയൊരു ഫാൻസ് അസോസിയേഷൻ തന്നെയുണ്ട്. പലപ്പോഴും ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റോക്കിൽ നമ്മൾ ഫോൾ ഇൻ ലവ് എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ പ്രണയിക്കുക എന്നുള്ളത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. ആ സ്റ്റോക്കിൻ്റെ മൊമെൻ്റം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഫിറ്റ് എടുക്കണം. പക്ഷേ എന്ന് കരുതി എല്ലാ കാലത്തും ആ മൊമെൻ്റം ഉണ്ടാകുമെന്നും അതൊരു സൈക്ലിക്കൽ സംഭവങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പൊസിഷൻ ചേഞ്ച് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യേണ്ടതുമുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ സുസ്ലോൺ എനർജിയുടെ ബിസിനസ്സിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ക്വാർട്ടർലി റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അതായത് അവരുടെ കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടർലി റിസൾട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഇയർ ഓൺ ഇയർ സെയിൽസിൽ 84% വമ്പിച്ച ഒരു വർധനമാണ്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 539% വർധനമാണ്. അപ്പോൾ ഈ ഒരു ഇയർ ഓൺ ഇയർ 539% വരാനുള്ള ഒരു കാരണം അവിടെ ഒരു ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 23% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും 294% വർധനമാണ്. അപ്പോൾ ഈ ഒരു ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി വന്നിട്ടുള്ള എക്സ്ട്രാ ഇൻകം അത് ഓപ്പറേഷനിലൂടെ വന്നതല്ല. എന്നാൽ നമ്മൾ സുസ്ലോണിൻ്റെ ഒരു എബിറ്റ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷനിലൂടെ എത്രമാത്രം ബിസിനസ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ഇയർ ഓൺ ഇയറിൽ 145% വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 179% വർധനവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ 539% ഒരു ഹ്യൂജ് വർധനവ് മാറ്റി നിർത്തിയാൽ പോലും നല്ല റിസൾട്ട് തന്നെയാണ് സുസ്ലോൺ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് മൂവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം സുസ്ലോൺ എനർജിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പെന്നി സ്റ്റോക്ക് ലെവലിൽ നിന്നും തിരിച്ചു വന്നൊരു സ്റ്റോക്കാണ്. സുസ്ലോണിൻ്റെ ഒരു ബിസിനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വിൻഡ് ടർബൈൻ ജനറേറ്ററുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കമ്പോണൻസുകളും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ആ ഒരു പ്രധാന ബിസിനസ് കൂടാതെ തന്നെ ഇവർ പവർ ജനറേഷനും ഓപ്പറേഷൻ മെയിൻ്റനൻസും വിൻഡ് എനർജി സെഗ്മെൻറ്റിലുള്ള വിൻഡ് ഫാമുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. നിലവിൽ 21 ഗിഗാവാട്ടിൽ അധികം വിൻഡ് എനർജി കപ്പാസിറ്റി ഉള്ള ഇവർക്ക് ഏകദേശം 17 രാജ്യങ്ങളിലോളം ഇവരുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ 111-ലധികം വിൻഡ് ഫാമുകൾ 13,880 മെഗാവാട്ടിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഇത്തരം വിൻഡ് ഫാമുകളും ഇവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബിസിനസ് വളരെ സ്ട്രോങ് ആണെന്ന് കാണാം. ഇതിൻ്റെ വിൻഡ് ടർബൈനിലൂടെയാണ് ഇവർ ഏറ്റവും അധികം വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നത്. 73% ഈ വിൻഡ് ടർബൈൻ മാനുഫാക്ചറിങ്ങിലൂടെയാണ്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് 27% ഇവരുടെ റവന്യൂ. എന്നാൽ 17 രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും 6% മാത്രമാണ് അവിടെ നിന്നുള്ള വരുമാനം. ബാക്കി 94% വരുമാനം വരുന്നത് ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ 2008 കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്രീം സ്റ്റോക്കായിരുന്ന സുസ്ലോൺ എനർജി പിന്നീട് വലിയ തോതിൽ താഴോട്ടേക്ക് വന്ന് പെന്നി സ്റ്റോക്ക് ലെവലിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ റിന്യൂവബിൾ എനർജി മേഖലയിൽ ഗവൺമെൻറ് കൂടുതൽ സപ്പോർട്ട് കമ്പനികൾക്ക് നൽകുകയും ധാരാളമായിട്ടുള്ള ഇത്തരം ഗ്രീൻ എനർജി ഓർഡറുകൾ കമ്പനികൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പവർ സ്റ്റോക്കുകളിലൊക്കെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുന്നേറ്റത്തിൻ്റെ ആ ഒരു അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി വലിയ തോതിൽ കടമെടുത്തുകൊണ്ട് എക്സ്പാൻഷന് പോയിരുന്നു. ഇത് പല കമ്പനികളിലും സംഭവിച്ചിരുന്നു. സുസ്ലോണിലും അതേപോലെ തന്നെ ഇവർ വൻതോതിൽ എക്സ്പാൻഷൻ പ്ലാനുകളുമായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ പിന്നീട് ഗവൺമെൻറ് ഈ ഒരു മേഖലയിൽ നിന്ന് പിന്മാറുകയും ഈ വിൻഡ് എനർജി മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയും അവർക്ക് താല്പര്യമില്ലാതാവുകയും ചെയ്തതോടുകൂടി ഈ വലിയ കാപ്പക്സ് എക്സ്പാൻഷന് വേണ്ടി എടുത്ത വലിയ കടത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു റിട്ടേൺ ലഭിക്കാതെ ഈ കമ്പനികൾ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു. അങ്ങനെയാണ് വലിയ കടത്തിൽ മുങ്ങുകയും അങ്ങനെ നഷ്ടങ്ങളുടെ ഒരു കഥ മാത്രം സുസ്ലോൺ വരികയും അങ്ങനെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അതിൻ്റെ ഹൈയിൽ നിന്നും വലിയ തോതിൽ തകർന്ന് 95% ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ താഴോട്ടേക്ക് വന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ 2018-19 കാലഘട്ടങ്ങളിലൊക്കെ ഈ കമ്പനി ഒരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചു. അവരുടെ ഡെറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള പല മെഷേഴ്സും അവരെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 16ഓളം ഇവരുടെ ആ ഒരു ലെൻഡർ കൺസോർഷ്യം, അതായത് ഇവർക്ക് കടം കൊടുത്ത ആ 16ഓളം ബാങ്കുകളുടെയും മറ്റും ഉള്ള ഒരു കൂട്ടായ്മ
ഇവരുടെ പ്ലഡ്ജ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ വിൽക്കുകയോ അതല്ലെങ്കിൽ REC അതുപോലെ ഇരേഡ പോലെയുള്ള സ്റ്റോക്കുകൾ കൈമാറുകയോ ചെയ്തുകൊണ്ട് ഈ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്ങിലൂടെ ഈ കടം പൂർണ്ണമായിട്ടും സീറോയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനുവേണ്ടി അവർ നൽകിയ വില എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ആണ്. അത് കുറഞ്ഞു വന്ന് വെറും നിലവിൽ 11% എത്തിയതായിട്ട് കാണാം. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഈ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ അവരുടെ ടാർഗറ്റ് ഉയർത്തുകയും 500 ഗിഗാവാട്ടിൻ്റെ ഒരു 2030 വലിയൊരു ടാർഗറ്റ് വെക്കുകയും അതിനടിസ്ഥാനത്തിൽ പല ഗ്രീൻ എനർജി സ്റ്റോക്കുകളും പറക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് സുസ്ലോൺ വീണ്ടും ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്രീം സ്റ്റോക്കായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാലി അതിൽ നടക്കുകയും ഏകദേശം 85 വരെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഉയരുകയും ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ കമ്പനിയുടെ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 6.2 ഗിഗാവാട്ടിൻ്റെ ഒരു ശക്തമായ ഒരു സ്ട്രോങ് റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് ഇപ്പോഴും കമ്പനിക്കുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇതുവരെ 2 ഗിഗാവാട്ടിൻ്റെ ഒരു വർധനവ് അവരുടെ ഓർഡർ ബുക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നല്ല ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടും ഇത്രയധികം ഓർഡർ ബുക്കൊക്കെ ഉണ്ടായിട്ടും നിലവിൽ ഇതിൻ്റെ പ്രൈസ് അനങ്ങാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മളെ ആശ്ചര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും. ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ശക്തമായ റിസൾട്ടുകളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ട് പോലും പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് പിന്നെയും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ 0.01 അവർ കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങും 0.32% കുറച്ചിട്ടുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിംഗ് 0.03% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ അവരുടെ ഹോൾഡിംഗ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 16% ഉണ്ടായിരുന്നത് ഇപ്പോൾ 10% നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഈ സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. കൂടാതെ ഇവിടെ പബ്ലിക് ഹോൾഡിംഗ് 55% കൂടുതലായിട്ട് വന്നിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ സ്റ്റോക്കിൽ ഹോൾഡിംഗ് ഉള്ളത് പബ്ലിക്കിനാണ്. 55% കൂടുതലാണ് പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ്. മറ്റുള്ളവരുടേതൊക്കെ അതിലും കുറവാണെന്ന് കാണാം. ഇത് കൂടാതെ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതിലൊന്ന് ഇതിൻ്റെ ലീഗൽ കേസുകളാണ്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ പലതും ഗുജറാത്തിലുണ്ട്. ഇവരുടെ NTPC ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് 1166 മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർ ഗുജറാത്തിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ 486 മെഗാവാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് ഓർഡർ ഇവർ ടോറന്റ് പവറിൽ നിന്നും ഗുജറാത്തിൽ നേടിയിരുന്നു. ഇത് കൂടാതെ ഗുജറാത്ത് എനർജി ട്രാൻസിഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ഇവരുടെ ഒരു കേസ് നിലവിലുണ്ട്. 35 മെഗാവാട്ടിൻ്റെ ഒരു വിൻഡ് പവർ പ്രൊജക്റ്റ് അവർ അപ്ഹോൾഡ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കേസിൽ സുസ്ലോണിനെതിരായിട്ടാണ് GERC അഥവാ ഗുജറാത്ത് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മിറ്റി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ പവർ മേഖലയിൽ ഇത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും. അത് ആ സമയബന്ധിതമായിട്ട് തീർക്കാൻ കഴിയാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതില്ല. എന്നാൽ ഈ സ്റ്റോക്കിലുണ്ടായ ഒരു മേജർ സെറ്റ് ബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ഹിമാൻഷു മോഡി, അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയുണ്ടായി. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. അപ്പോൾ ഈ കമ്പനിയുടെ ഈ ഒരു ഡെറ്റ് റീസ്ട്രക്ചറിങ്ങിൽ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് മൊത്തം മാനേജ് ചെയ്ത ഈ ഒരു ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ഈ കമ്പനിയിൽ നിന്നും പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സിന് അത് വലിയ തോതിലുള്ള ഒരു ആഘാതമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവായി വന്നിരുന്നു. എന്നാൽ സുസ്ലോൺ എനർജി ഉടൻ തന്നെ അവർ SRFൻ്റെ ഒരു ഫോർമർ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറിനെ ഉടൻ തന്നെ ഇവർ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ജെയിൻ എന്ന് പറയുന്ന ഈ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ചാർജ് എടുക്കുകയുണ്ടായി. അദ്ദേഹം 17 വർഷത്തോളം SRFൽ വർക്ക് ചെയ്ത ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അവിടെ കമ്പനി ആ ഒരു ഗ്യാപ്പ് നികത്താനുള്ള ശ്രമം നടത്തിയതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 നെഗറ്റീവ് ന്യൂസുകളും കമ്പനിയുടെ പെർഫോമൻസിനെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഒടുവിലത്തെ റിസൾട്ട് വന്നതിന് ശേഷം മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള അതേപോലെ നൊവാമ പോലെയുള്ള പല ബ്രോക്കറേജ് ഹൗസുകളും ഇതിൻ്റെ ടാർഗറ്റ് വലിയ തോതിൽ ഉയർത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ ഇതിൻ്റെ ടാർഗറ്റ് 74 എന്ന ലെവലാണ് പറയുന്നത്. ബൈ റേറ്റിംഗ് ആണെങ്കിലും വലിയൊരു ടാർഗറ്റ് നിശ്ചയിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള PE ഉള്ള ആ ഒരു വളർച്ച ഒരു 30 PE എന്ന ലെവലിൽ തുടരുമെന്ന് തന്നെയാണ് മോട്ടിലാൽ ഓസ്വാൾ പറയുന്നത്. അതുപോലെ നൊവാമയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് 66 എന്ന ലെവലിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ മുമ്പേ 67 എന്ന ടാർഗറ്റിൽ നിന്നാണ് 66ലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നൊവാമ
ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഇതിന് കൊടുത്തതായിട്ട് കാണാം. അവർ പറയുന്നത് ഈ സുസ്ലോണിൻ്റെ ബിസിനസ്സിൽ വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്നാണ്. സോളാറും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ എനർജി വിപ്ലവമായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്നും അവിടെ സുസ്ലോൺ വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുമെന്നാണ് നൊവാമയുടെ കണ്ടെത്തൽ. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള വിൻഡ് എനർജി സ്പേസിലുള്ള ബിസിനസ്സിനെ സാരമായി ബാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വലിയ തോതിൽ ടാർഗറ്റ് ഇതിന് നിശ്ചയിക്കാത്തത് എന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുസ്ലോൺ എനർജിയുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ 8 നിന്നും 80 വന്നിട്ടുള്ള ആ ഒരു സ്പീഡ് അല്ലെ ആ ഒരു മൊമെൻറ്റം ഇനി ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു നോർമലായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ ഗ്രീൻ എനർജി മേഖലയിലുള്ള ആ ഒരു പുഷ് അത് തുടരുന്നിടത്തോളം കാലം ഈ സ്റ്റോക്കിൻ്റെ ഭാവി ശോഭനം തന്നെയാണ്. ഇപ്പോൾ 2030 വരെയെങ്കിലും ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷെ അത് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തിലേക്ക് ഇതുവരെ പോയതുപോലെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് സുസ്ലോൺ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ ഉള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. ഇത് ഒരു ഇൻഫർമേഷൻ ഷെയറിങ് മാത്രമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.